അവൻ്റെ ഭാര്യയൊന്നല്ലടാ. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇത്രയും തീവ്രമായി പ്രണയിക്കില്ല. ഇത് അവൻ എവിടുന്നോ ചാടിച്ചു കൊണ്ടുവന്നതാ. സച്ചിയെയും രേവതിയെയും കണ്ടിട്ട് ഭാര്യ ഭർത്താക്കന്മാരല്ല കാമുകന്മാരാണെന്ന് വിചാരിച്ചിട്ട് അവരെ പിന്തുടർന്ന ഒരു പറ്റം ഗുണ്ടകൾ, ആ ഗുണ്ടകളുടെ കയ്യിൽ അകപ്പെടാണ് സച്ചി രേവതിയും. അവരുടെ പെരുമാറ്റത്തിൽ ഇഷ്ടക്കേട് തോന്നിയ സച്ചി വണ്ടി നിർത്തി അവരെ അടിക്കുകയാണ്. അങ്ങനെ മൂന്നാറിൽ വെച്ച് സച്ചി രേവതി ഒരു ഗുണ്ടപ്പടകളുടെ വലയിൽ അകപ്പെടുന്ന ഭാഗങ്ങളാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സച്ചി രേവതി മൂന്നാറിൽ പോയി ഇറങ്ങി അവർ പ്രണയിതാക്കളെ പോലെ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുകയാണ്. കറങ്ങിയടിച്ച് അവരൊരു പാട്ട് സീനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നീലക്കുറിഞ്ഞി പൂക്കുന്ന കാര്യം, നീലക്കുറിഞ്ഞിയുടെ പിന്നിലുള്ള രഹസ്യം എല്ലാം പറഞ്ഞ് അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ജോലി അടിച്ച് നടക്കാണ് കേട്ടോ. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ഇങ്ങനെ ചന്ദ്രമതിക്ക് സഹിക്കണില്ല. അവർ പഠിച്ച് പൊളിച്ച് നടക്കുന്നുണ്ടാവും, കറങ്ങിയടിച്ച് നടക്കുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവരെങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് ബുദ്ധിയോടുകൂടി ചന്ദ്രമതി ചന്ദ്രോദയത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രയെ കാര്യമായിട്ട് ആലോചിക്കണമൊക്കെ? ഒന്നുമില്ല, എനിക്കറിയാം ടൂറ് പോയ മരുമോളെ മോനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനിങ് എന്താ, അവരുടെ യാത്ര മുടക്കാനുള്ള പ്ലാനിങ് എന്താന്നല്ലേ നീ ഇരുന്ന് ആലോചിക്കണം ചെക്കമേ. ഇങ്ങർക്ക് എങ്ങനെ എൻ്റെ മനസ്സിലായി? ഇങ്ങർക്ക് മനസ്സിലാക്കാൻ പറ്റണ വല്ല യന്ത്രം ഉണ്ട് അങ്ങേരുടെ കയ്യിൽ എന്നൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ് ചന്ദ്രമതി. ഇപ്പം നീ ആലോചിക്കുന്നത് ഞാനെങ്ങനെ അത് മനസ്സിലാക്കിയെന്നാവൂലേ? എങ്ങനെ കുനിട്ട് കുശുമ്പും കുത്തണ അമ്മായിമ്മ ആവാതെ, എല്ലാ അമ്മായിമ്മമാരും മിക്കവാറും അങ്ങനെയാണല്ലോ. അങ്ങനെ കുനിട്ട് കുത്തണ അമ്മായിമ്മ ആവാതെ അവർ നല്ല രീതിക്ക് പോയിട്ട് വരാൻ പ്രാർത്ഥിക്കുക ചന്ദ്രയെ. നിൻ്റെ മനസ്സിലിരിപ്പൊന്നും നടക്കില്ല, അവൾ എന്തായാലും എൻജോയ് ചെയ്തിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടുന്ന് പോവാണ് കേട്ടോ. അവിടുന്ന് പോകാൻ വേണ്ടി തിരിഞ്ഞ രവീന്ദ്രൻ പറഞ്ഞിട്ട്, അല്ല ഞാൻ സച്ചിനൊന്ന് വിളിച്ചു നോക്കട്ടെ, എവിടെ എത്തിയെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് രവീന്ദ്രൻ ഫോൺ എടുക്കുന്ന സമയത്ത് അപ്പത്തേക്ക് സച്ചിയുടെ കോള് വരാണ്. നോക്ക് ചന്ദ്ര, എൻ്റെ മോൻ വിളിക്കുന്നത്, ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തം പറഞ്ഞിട്ട് രവീന്ദ്ര ഫോൺ എടുക്കാൻ. എന്നിട്ട് മോനെ സച്ചി, നിന്നെപ്പറ്റി ഞങ്ങളിപ്പോൾ ചിന്തിച്ചാലോടാ, നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുത്തതെന്ന് പറയണം. ആ അച്ഛാ, ഞങ്ങളിവിടെ എത്തിയച്ചാ, ഞങ്ങളിവിടെ കാഴ്ചകളൊക്കെ കാണാൻ, അച്ഛനെ കാണണ്ടേ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ രേവതി പറയണം, സച്ചേട്ടാ കാഴ്ചകളൊക്കെ അച്ഛനെ കാണിച്ചു കൊടുക്കുക. സച്ചേട്ടാ പറയുമ്പോൾ ഈ മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകളും താഴ്വരകളും എല്ലാം സച്ചി രേവതിയും കൂടിയിട്ട് വീഡിയോ കോളിൽ കൂടെ അച്ഛന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് ചന്ദ്ര ഇങ്ങനെ അടുത്ത് നിന്ന് എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയോട് നോക്ക് ചന്ദ്ര പറയുമ്പോൾ എനിക്കൊന്നും കാണണ്ടെന്നൊക്കെ പറയണ്ട കേട്ടോ ചന്ദ്ര. പക്ഷെ ചന്ദ്ര അവിടെ മാറി നിന്നിട്ട് ഇതൊക്കെ കാണണം. നോക്കച്ചാ നല്ല രസമാണ് ഇവിടെ പറയുമ്പോൾ, നിങ്ങൾ നന്നായി അടിച്ചു പൊളിക്കും മക്കളെ എന്നൊക്കെ പറയണം. ഞങ്ങൾ അടിച്ചു പൊളിക്കുന്ന വെച്ചാൽ രേവതിയെ നോക്കണേ, രേവതീനെ നോക്കണേ, രേവതിയുടെ കൈ വിടരുതേ, അവൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത കുട്ടി. ഇല്ല അച്ഛാ, ഞാൻ അവളുടെ കൈ വിടില്ല, അതേ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് സച്ചി. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഇങ്ങനെ കുശുമ്പായിട്ട് വയ്യ. അപ്പം ഹായ് അമ്മയെ പറയുമ്പോൾ ചന്ദ്രമതി മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ പിന്നെ എന്താ അപ്പം ഇത്ര തുള്ളി കളിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവരെ കളിയാക്കാണ്. അപ്പോൾ രവീന്ദ്രൻ മനം കണ്ടില്ല മക്കളെ, നിങ്ങളുടെ അമ്മയ്ക്ക് കുശുമ്പാടാന്നൊക്കെ പറയണം. അപ്പോൾ സച്ചിയുടെ മുഖമൊക്കെ വാടുകയാണ് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുക, അച്ഛൻ ഭക്ഷണം കഴിച്ചു? ആ ഭക്ഷണം കഴിച്ചു. മരുന്ന് കഴിച്ചു? അയ്യോ മോളെ, മരുന്ന് കഴിച്ചില്ല, മരുന്ന് കഴിക്കാൻ മറന്നു. ദേ അച്ഛ, മര്യാദയ്ക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഞങ്ങളിതൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് വരേണ്ടി വരും കേട്ടോ എന്ന് പറയുമ്പോൾ, വേണ്ട നിങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് വന്നാൽ മരുന്നൊക്കെ ഞാൻ കഴിച്ചോളാം എന്ന് പറയാണ് രേവതിയോട് രവീന്ദ്രൻ. ഇതൊക്കെ കണ്ട് കുശുമ്പ് കുത്തിയിട്ടാണ് ചന്ദ്രമതി നിൽക്കണത്. അത് കഴിഞ്ഞിട്ട് ശരി അച്ഛാ, ശരി മക്കളെ, നിങ്ങൾ സന്തോഷമായി പോയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് തിരിയാണ്. അത് കഴിഞ്ഞിട്ട് ടാറ്റ കൊടുത്ത് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. രവീന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചന്ദ്രമതി പറയുമോ, അവരില്ലാത്തതിൻ്റെ വിഷമം പോലെ കേൾക്കുമ്പോൾ, ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവരില്ലാത്തതിൻ്റെ കുറവ് നികത്താൻ പറ്റില്ല ചന്ദ്രയെ, അവരില്ലാത്തതിൻ്റെ ശൂന്യത. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ പറയുമ്പോൾ 100 ആളുണ്ടായിട്ടും കാര്യമില്ല, അവരില്ലെങ്കിൽ അതില്ലാത്ത തന്നെയാണ് എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതിക്ക് അത് കേൾക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സച്ചി രേവതിയും കൂടി മൂന്നാറിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ്, പ്രണയ ജോഡികളായിട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് ഗുണ്ടകൾ, അതായത് ഫ്രോഡുകളെ പോലെ തോന്നി കുറച്ച് പേര് അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്. അപ്പം അവരിങ്ങനെ ഇരുന്ന് മദ്യപിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സച്ചി രേവതി ഓടണതും അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും സച്ചി രേവതിനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നതൊക്കെ കാണുകയാണ്. അപ്പോൾ അവർ പറയാം, കൊള്ളാലോടാ രേവതി നിൽക്കുക അവിടെ, ഓടല്ലേ എന്ന് പറയുന്നത് സച്ചി പറയുന്നത് അതിലത്തെ ഒരു ഗുണ്ട നേതാവ് കാണുകയാണ്. അപ്പോൾ അവൻ പറയണം, ഓ കൊള്ളാലോടാ രേവതി എന്നാ പേര് പറയുമ്പോൾ രസമുണ്ട് കേൾക്കാൻ, എനിക്കിഷ്ടമായി പറയുമ്പോൾ മറ്റേ പറയും, എനിക്ക് പേരല്ല ആളെ ഇഷ്ടമായി, സുന്ദരിയാന്നൊക്കെ പറയും. എനിക്ക് തോന്നണൂടാ ഇവർ പ്രണയ ജോഡികളാണെന്ന് എനിക്ക് തോന്നണം. ഭാര്യയും ഭർത്താവൊന്നും ആവില്ല. ഭാര്യയും ഭർത്താവാണെങ്കിൽ പബ്ലിക് സ്പേസിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇത് എവിടുന്നോ ചാടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാന്ന് പറയും. അപ്പോൾ അല്ലടാ, ചിലപ്പോൾ ചാടിച്ചു കൊണ്ടുവന്നാവില്ല, ഹണിമൂൺ ട്രിപ്പ് ആണെങ്കിലും പറയാം, ഒന്ന് പോടാ നെഗറ്റീവ് അടിക്കാതെ, എന്തായാലും ഈ മുതൽ കൊള്ളാം അല്ലേ, നമുക്കൊന്ന് നോക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അവർ.
അപ്പോഴേക്കും സച്ചി രേവതിയുടെ പിന്നാലെ ഓടണമെന്ന് രേവതിനെ ചേർത്ത് പിടിച്ച് നരകിൽ ഉമ്മ കൊടുക്കേണ്ടതൊക്കെ നോക്കടാ, അവർ ഭയങ്കര റൊമാൻസിലാന്നൊക്കെ പറയാണ് ഇതൊക്കെ കാണുമ്പോൾ ഈ ഫ്രോഡുകൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് പോവാം സച്ചേട്ടാ, അപ്പം അടുത്ത ഇതിലേക്ക് വ്യൂ പോയിന്റിലേക്ക് പറയുമ്പോൾ പോവാം നമുക്ക് പോവാം സച്ചേട്ടാ എന്ന് പറയണം. അപ്പം അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് രേവതിയുടെ കാല് ഒരു കല്ലുമ്മ തട്ടണം. അയ്യോ വേദനിച്ചിട്ട് വയ്യാന്ന് പറയുമ്പോൾ സച്ചി വന്നിട്ട് എന്താ പറ്റി, എന്തേ വേദനയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഉവ്വ് പറയുന്നത് വാ ഞാൻ പിടിക്കാൻ പറയാൻ നടക്കുമ്പോൾ രേവതിക്ക് നടക്കാൻ പറ്റില്ല, എന്നാൽ വാ ഞാൻ എടുക്കാൻ പറയുമ്പോൾ അയ്യോ വേണ്ട സച്ചിയേട്ട പറയാം വാടി ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിനെ സച്ചി പൊക്കിയെടുക്കാൻ. ഇതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ആ ഗുണ്ടകൾ അവിടെ നിൽക്കണത്. അവരിരുന്ന് മദ്യപിക്കുകയാണ്. അപ്പോൾ കൊള്ളാലോ ഇവർ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ എന്നൊക്കെ പറയാണ് അവർ പരസ്പരം, ഗുണ്ടകൾ പരസ്പരം. എന്നിട്ട് അവളേനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ചുമൽ ഇങ്ങനെ താങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ട് രേവതി വണ്ടിയുടെ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് പറയണേ പോവാം ചോദിക്കണം, പോവാം എന്ന് പറയാണ്. അങ്ങനെ ഒരു വണ്ടിയിൽ കയറി പോവാണ് അടുത്ത വ്യൂ പോയിന്റിലേക്ക്. അപ്പം ഗുണ്ടകൾ എന്തോ തീരുമാനിച്ചിട്ടില്ല, എന്തോ ഒരു തയ്യാറെടുപ്പിലാണ്. സച്ചിനെയും രേവതിനെ വളയ്ക്കാനുള്ള ശ്രമത്തിലാണ് അവരെന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അവരടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു വണ്ടിയിൽ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഗുണ്ടകൾ ബൈക്കിൽ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് രേവതിയുടെ സച്ചിയുടെ വണ്ടിയാണ്. ഇത് നമ്മുടെ രേവതി ചേച്ചിയുടെ വണ്ടിയല്ലേ. അപ്പോൾ അതേ പറയുമ്പോൾ എന്നാൽ നമുക്കൊരു പണി കൊടുക്കാതെ പറഞ്ഞിട്ട് ഇവരുടെ വണ്ടീനെ ഇങ്ങനെ ഫോളോ ചെയ്യാണ്. അപ്പോൾ ഈ ഫോളോ ചെയ്യണത് മുഴുവൻ ആര് കാണുന്നുണ്ട്, സച്ചി കണ്ണാടി കൂടെ കണ്ടപ്പോൾ രേവതി ഇങ്ങനെ പുറത്തെ കാഴ്ചകളാണ് ഇരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ചോദിക്കുന്നത് എന്ത് സച്ചിയേട്ടാ നോക്കുമ്പോൾ ഒന്നുമില്ല പറയണ്ട. പക്ഷെ സച്ചിയുടെ ശ്രദ്ധ മുഴുവൻ തങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിമിനൽസിൻ്റെ കയ്യിലാണ് സച്ചിയുടെ ശ്രദ്ധ മുഴുവൻ കേട്ടോ. അപ്പോൾ സച്ചി കണ്ണാടി കൂടെ ഇത് കണ്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. രേവതി ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. രേവതി ഇങ്ങനെ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ സച്ചിയുടെ വണ്ടിയുടെ അടുത്തെത്തി സ്പീഡ് കൂട്ടി വണ്ടിയുടെ അടുത്തെത്തി കൂവാണ്. പൂ പറഞ്ഞ് കൂമ്പോൾ നോക്കി വണ്ടി ഓടിക്കുന്ന പറയാണ് സച്ചി. നോക്കിയിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കണം. എന്നിട്ട് സച്ചിനെ ദേഷ്യം പിടിപ്പിക്കാണ് ഗുണ്ടകൾ. എന്നിട്ട് അവർ സച്ചിയുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകണം. ഇത് കാണുമ്പോൾ സച്ചിക്ക് പ്രാന്ത് വരാണ്. സച്ചി വണ്ടിയുടെ സ്പീഡ് കൂട്ടാണ്. അപ്പോൾ രേവതി പറയണ്ട വേണ്ട സച്ചിയേട്ടാ വണ്ടിയുടെ സ്പീഡ് കൂട്ടല്ല, എനിക്ക് പേടിയാണ്, അവർ പൊക്കോട്ടെ സച്ചിയേട്ടാ, അവർ കള്ള് കുടിച്ചിട്ട് തോന്നണു, അവരുടെ പാട്ടിന് വിട്ടേക്ക് പറഞ്ഞപ്പോൾ അങ്ങനെ ഇപ്പോൾ പാട്ടിന് വിട്ടാൽ പറ്റില്ലല്ലോ. ഇവന്മാരെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ സച്ചി ഇവരുടെ പിന്നാലെ വണ്ടി കൊണ്ട് വെച്ചടിക്കുകയാണ്. പക്ഷേ രേവതി പറയണ്ട വേണ്ട സച്ചിയേട്ടാ അവരെ വിട്ടേക്ക്, അവർ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് പേടിയായി തുടങ്ങി. പക്ഷേ സച്ചി അത് സമ്മതിക്കില്ല. സച്ചി ഇവരുടെ പിന്നാലെ വെച്ചടിക്കുകയാണ്. കാരണം ഇവരുടെ ഓവർ സ്പീഡ് സച്ചിയുടെ വണ്ടീനെ ക്രോസ് ചെയ്യലൊന്നും സച്ചിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഇതിനിടയിൽ ചന്ദ്രോദയത്തിൽ രവീന്ദ്രൻ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ടേബിളിൻ്റെ മുകളിൽ വെള്ളം കാണാൻ ചന്ദ്ര ഒരു ജഗ് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് ചോദിക്കുമ്പോൾ ചന്ദ്ര അടുക്കളയിലാണ്. അതെപ്പോൾ കൊണ്ടുവരാൻ ഞാൻ മറന്നതാ പറഞ്ഞിട്ട് ചന്ദ്ര വെള്ളം കൊണ്ടുവരുമ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഇച്ചിൽ പാത്രങ്ങളൊക്കെ കിടക്കുകയാണ്. ഇച്ചിലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചന്ദ്ര ഇതെന്താ ഇത് ടേബിളൊന്ന് ക്ലീൻ ആക്കി കൂടെ ചോദിക്കുമ്പോൾ ഞാൻ ക്ലീൻ ആക്കാം, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഞാൻ അപ്പോഴത്തേക്കാണ് അടുക്കളയിലേക്ക് പോയതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുണി കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ ഞാൻ പറയണോ ചന്ദ്രേ, ഇതൊക്കെ അറിഞ്ഞ് ചെയ്തുകൂടെ എന്ന് ചോദിക്കണം. അതെ എനിക്ക് പണിയെടുത്ത് നടു ഒടിയാറായി, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞ് രവീന്ദ്രൻ തിരിഞ്ഞ് ഹാളിലേക്ക് ഇരിക്കാൻ വരുന്ന സമയത്ത് ഹാളിൽ സോഫയിൽ മുഴുവൻ തുണികൾ കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും ചന്ദ്രയെ വിളിക്കാൻ, എന്താ എൻ്റെ രവിയേട്ടാ. അപ്പോൾ പറയും ഇതെന്താ ഇതൊക്കെ നിനക്കൊന്ന് മടക്കി അയൺ ചെയ്ത് വെച്ചുകൂടെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് വെക്കാം, എൻ്റെ പണി കൈയൊന്ന് ഒഴിയട്ടെ, ഇതൊക്കെ നിങ്ങൾക്കും ചെയ്തുകൂടെ, നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന പണികളല്ലെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും നിനക്കെന്താ ചെയ്താന്ന് ചോദിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ പറയിപ്പിക്കണം ചന്ദ്ര ചോദിക്കുമ്പോൾ രേവതി ഉള്ളപ്പോൾ നിങ്ങളിങ്ങനെയൊന്നും പറയാറില്ല, രേവതി മോളെ എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഇട വരുത്താറില്ല, അവളെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ അവൾ വന്നതിന് ശേഷം ഈ വീടൊരു വീടായി എന്ന് പറയണ രവീന്ദ്ര. പിന്നെ അതിന് മുമ്പ് അത് ആലയായിരുന്നല്ലോ, ആല ഇതിലും ഭേദമായിരുന്നു എന്ന് പറയണം. എന്ത് പറഞ്ഞാലും മരുമോളെ പൊക്കി പറയും. ശരിയല്ലേ, അവൾ വന്നതിന് ശേഷം ഒരു കുടുംബമായത്, ഇതിനൊരു അടുക്കും ചുറ്റി വന്നത് അവൾ വന്നതിന് ശേഷം മതി പറഞ്ഞത്. ഇത് കേട്ട് എനിക്ക് മടുത്തു, എന്ത് വന്നാലും ലാസ്റ്റ് മോളേനെ കുറെ അങ്ങോട്ട് പൊക്കി പറയും. എനിക്ക് മതിയായി, ഞാൻ പോവാ, ഇത് കേട്ടെന്നാൽ ഞാൻ എന്തെങ്കിലും പറയുന്നൊക്കെ വേണ്ടി ചന്ദ്ര അവിടുന്ന് തുണികൾ എടുത്തിട്ട് കോണി കയറി പോകണം. അതൊക്കെ കേൾക്കുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ പെട്ടെന്ന് സച്ചി രേവതി ഇല്ലാത്തതിൻ്റെ ആ ഒരു മിസ്സിങ്ങിൽ ഇങ്ങനെ സങ്കടം വന്ന് നിൽക്കുകയാണ്. മൂന്നാറിൽ സച്ചി ഗുണ്ടകളുടെ വണ്ടി ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. രേവതി പറയുന്നുണ്ട് സ്പീഡ് കുറയ്ക്കാൻ, പക്ഷെ സച്ചി കേൾക്കില്ല. സച്ചിക്ക് ദേഷ്യം ഇരമ്പി ആർത്തുണ്ട്. സച്ചിയേട്ടാ പ്രശ്നം ഉണ്ടാക്കല്ലേ പറയുന്നുണ്ട്. പക്ഷെ സച്ചി അതൊന്നും കേൾക്കണില്ല. എന്നിട്ട് ഒരു തിരുവിൽ വെച്ചിട്ട് സച്ചി ഓവർടേക്ക് ചെയ്ത് ഇവരുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ജീപ്പ് നിർത്തണം എന്ന് ചോദിക്കുക. എന്താടാ നിനക്കൊക്കെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ നിന്റെ തലേക്ക് റോട്ടിൽ കിടന്ന് ഉരുളിടാ പറയുമ്പോൾ പിന്നെ നീയല്ലേ അത് പറയും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓടിക്കൂടാന്നൊക്കെ പറയണേ, നീയേ വല്ലാണ്ട് സംസാരിക്കാതെ നീ മുതലിനെയും കൊണ്ട് പോടാ എന്ന് പറയണ സച്ചിനെയും രേവതിനെയും കളിയാക്കിയിട്ട് ഗുണ്ടകൾ. എന്താടാ നീ പറഞ്ഞ, പിന്നല്ലാടാ നിന്റെ കയ്യിലുള്ള ഈ മുതലിനെയും കൊണ്ട് പോടാ, ഇതാക്കാം എന്താ പറയുക, എവിടുന്ന് ചാടിച്ചു കൊണ്ടുവന്ന പോലെ ഉണ്ട്, ബോയ് കൊണ്ടുപോയിട്ട് എൻജോയ് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട ഭാഷ സംസാരിക്കുകയാണ് അതിലൊരു ക്രിമിനൽ. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം ഇരമ്പി അറുത്ത് വരികയാണ്. എന്താടാ നീ പറഞ്ഞു ചോദിച്ചിട്ട് കൂട്ടത്തിൽ ഗുണ്ട നേതാവായ ഒരുത്തിൻ്റെ മുഖത്തടിക്കുകയാണ് സച്ചി. അത് തടയാൻ വന്ന മറ്റോനെ അടി കിട്ടുകയാണ്. അപ്പോൾ രേവതി ഒന്ന് പറയേണ്ട സച്ചേട്ടാ വേണ്ട സച്ചേട്ടാ വീട് സച്ചേട്ടാ പറയുമ്പോൾ രേവതി ചേച്ചിയേ
രേവതി ചേച്ചി ഏട്ടൻ തല്ലട്ടെന്നേ പറയണ കൂട്ടത്തിൽ ഒരുത്തൻ. അപ്പൊ രേവതി അന്തം വിടാണ്, എങ്ങനെയാണ് എൻ്റെ പേര് കിട്ടിയെന്നുള്ള അന്തം വിടലാണ് രേവതി ഇരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്ക് സച്ചി എല്ലാവരെയും പോയി കൈവയ്ക്കൽ കഴിഞ്ഞു കേട്ടോ. അടിയായി, അവിടെ ഗംഭീര അടിയായി. ഈ സമയത്ത് ആളുകളൊക്കെ കൂടി ഓടി വന്നിട്ട് സച്ചിനെ വേണ്ട ചേട്ടാ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. രേവതിയെ എല്ലാവരും കൂടി സച്ചിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. സച്ചി പറയണ, നിന്നെയൊക്കെ ഉണ്ടല്ലോ, നിന്റെ സ്വഭാവത്തിനുണ്ടല്ലോ, മര്യാദയ്ക്ക് നാക്കൊതുക്കി മിണ്ടാതിരുന്നോളന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകളിൽ നിന്ന് സച്ചിനെ അവർ സച്ചിനെ തടയുന്നുണ്ട്. എന്നിട്ട് ചേട്ടാ പോട്ടെ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട് രേവതിയോട്, വാ രേവതി വന്ന് വണ്ടി കയറുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവർ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ അടി കിട്ടിയ ആ ഒരു പകയോട് കൂടിയിട്ടാണ് ആ ഗുണ്ടകൾ ഇരിക്കേണ്ട, ക്രിമിനൽസ് ഇരിക്കേണ്ടത്. അപ്പം എന്തായാലും അതിൽ നിന്ന് സച്ചിക്ക് രേവതിക്ക് ഒരു വലിയ പണി ഉണ്ടെന്ന് ഉറപ്പാണ്. അങ്ങനെ സച്ചി രേവതി അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ റൂമിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി കയറി വരുമ്പോൾ ചോദിക്കുന്നത്, എന്താ ശ്രുതി നീ ഇങ്ങനെ ആലോചിക്കുന്നത്, രാവിലെ മുതൽ നീ ഭയങ്കര ഡള്ളാണല്ലോ, എന്താ നീ ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ പറയും, ശ്രുതി നമുക്കും ടൂർ പോകണം പറയണം. ഓ അതാണോ കാര്യം, അപ്പോൾ സച്ചി രവതി പോയതിൻ്റെതാണല്ലേ ചോദിക്കുമ്പോൾ ശ്രുതി നമുക്ക് നാളെ തന്നെ ടൂർ പോകണം, നമുക്കൊരു കാര്യം ചെയ്യാം, വാഗമണ്ണിൽ പോവാം എന്നൊക്കെ പറയണം. വാഗമണ്ണിലും ആദ്യം ഞാൻ ഇപ്പം തന്നെ വിളിച്ചിട്ട് റൂം ബുക്ക് ചെയ്യാന്ന് പറയണം. ശ്രുതി അത് അച്ഛനോടും അമ്മോടൊക്കെ പറഞ്ഞിട്ട് പോരാ, അതെ ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് പറയാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അവരത് മുടക്കും. അതേ ശ്രുതി വേഗം വിളിച്ചിട്ട് ഒരു ടാക്സി അറേഞ്ച് ചെയ്യും, നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകേണ്ട പറയാം. അതെന്താ ശ്രുതി, നമ്മുടെ വണ്ടി പോകണ്ട, നമുക്ക് ടാക്സിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയെ വിളിച്ചിട്ട് ടാക്സി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ശ്രുതി റൂം ബുക്ക് ചെയ്യാണ് വാഗമണ്ണിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ സച്ചി രേവതിയും പോയതിൻ്റെ കുശുമ്പാണ് ശ്രുതിക്ക്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കണം, അവർ മാത്രമല്ല ഞങ്ങളും പോകുമ്പോൾ നാളെ തന്നെ പോകാം, നമുക്ക് 2-3 ദിവസം അടിച്ച് പൊളിച്ചിട്ട് വരാം. അതെങ്ങനെ ശ്രുതി, നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമല്ലായിട്ടുള്ളൂ, അതൊന്നും സാരില്ല ശ്രുതി, എനിക്ക് പോകണം, പോയേ പറ്റൂ, എനിക്ക് പറ്റണില്ല എന്നൊക്കെ പറയണം. എന്നാൽ ശരി, നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയും കൂടി വാഗമണ്ണിലേക്ക് യാത്ര പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. വീട്ടിൽ ആരോടും പറയാതെ റൂം ബുക്ക് ചെയ്യലും കാറ് ബുക്ക് ചെയ്യലും ഒക്കെ ടാക്സി ബുക്ക് ചെയ്യലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നീട് വീണ്ടും ക്ലൈമാക്സിലായിട്ട് കാണിക്കുന്നത് റൂം ബുക്ക് ചെയ്ത റൂമിൽ വന്ന് ഇരിക്കണ ക്രിമിനൽസിനെയാണ്. അതിലിങ്ങനെ ഒരാളിങ്ങനെ കവള് തലോടിണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല, സച്ചി അടിച്ച പാട് അവൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ അവനിൽ പ്രതികാര ചിന്തകളാണ് ഉണർന്നേക്കുന്നത്. എന്തായാലും സച്ചി രേവതിയും ആ റിസോർട്ടിൽ തന്നെയാണ് റൂം ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കാണാനിടയായാൽ ഉടനെ അടുത്ത സംഘർഷം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ രേവതിയാണ് അവരുടെ കണ്ണ് മുഴുവൻ, രേവതി എന്തെങ്കിലും ചെയ്യാൻ അടിച്ചു പൊളിക്കാൻ, അതായത് രേവതിയുടെ ചുറ്റിപ്പറ്റിയിട്ടാണ് ആ ക്രിമിനൽസിൻ്റെ കണ്ണ് മുഴുവൻ. അവരെ മൂന്നാറിന് തൊട്ട് രേവതിനെ നോട്ട താണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വരും കഥകൾ എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡായി വീണ്ടും വരാം. താങ്ക്